It's 14th October 2024. It's 14th of October 2023. It's the big day. It's the big day. A year ago, MSO happened today for the first time. Svalcha is happening today. It's 5 p.m. today. Actually, yeah, I've got a cold. ഞാനൊരു നാപ്പ് കഴിഞ്ഞിട്ട് തുണിയിടാൻ വേണ്ടി വന്നതാണ് ടെറസിൽ. ബട്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. സോ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് ദ വ്ളോഗ്. സോ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് വേലാറിലായിരുന്നു. സൗണ്ട് ചെക്കനും കാര്യങ്ങളായിട്ട് നമ്മൾ ജസ്റ്റ് വേറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ what happened was magical. When the show started, when the amount of crowd coming in, നമ്മുടെ ഫസ്റ്റ് ഷോയ്ക്ക് ഇത്ര റെസ്പോൺസ് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ വ്ളോഗിൽ ഒരു ലുക്ക് ബാക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചെറിയൊരു കേക്ക് കട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. crazy. കൊള്ളാം ശരിയല്ലേ? ശരിയാ. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ഒരു സീരീസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് രണ്ടുപേരും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അത് ആക്ച്വലി വെഡിങ് പ്ലാനിങ് ഇവന്റ് മാനേജ്മെന്റ് എക്സാമാണ്. പക്ഷെ നമ്മളത് കുറച്ചുകൂടി ഒരു മ്യൂസിക് ഡാൻസ് സ്ഥലത്തിലോട്ടാക്കി സിമ്പിളായിട്ടൊക്കെ പറയാം. ഒരു വർഷമായി, ഇനി ഒരുപാട് വർഷങ്ങൾ വരാനുണ്ട്. Where do you see yourself in 5 years? ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു സൈഡ് ഹസ്ലായിരുന്നു. ഇനിയിപ്പോൾ ഫുൾ ടൈം ആയിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ സ്റ്റേജിലോട്ട് നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ആയിട്ട് കൂടി ഗ്രോ ചെയ്യാമെന്നാണ് നമുക്ക് അറിയാം. അതിനുള്ള വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് വീഡിയോ കാണുമ്പോൾ അതെ ഫസ്റ്റ് ടൈം സെപ്റ്റംബർ അല്ല ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോഴോ? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് ഒരു പ്ലാനും ഇല്ലാണ്ട് തുടങ്ങുന്നത്. ഒന്നൊരു പ്ലാനില്ല. ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നു. പ്രൊഫൈൽ പുഷ് ഇട്ടാനും കൂടി ആയിരുന്നു കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി ആൾക്കാർ അതുപോലെ ചോദിക്കും ഇതെന്താണ് ഏതാണ്. ഫസ്റ്റ് വന്ന ആർട്ടിസ്റ്റ് സാഹിബല്ലേ? ഞാനാണ് ഫസ്റ്റ് വന്നത്. ഞാൻ ഫൺ ഫാക്ട് പറയാം. എല്ലാ ഒച്ച പരിപാടിയിലും പങ്കെടുത്ത ഞാൻ മാത്രമേ രണ്ടുപേരും ഒരു Altaf has always been the man behind the scenes. First one, Satya. That is it. Yeah. Kingmaker. ഇപ്പോഴും ഞാൻ ലൈവ് പെർഫോമൻസ് കൊച്ചിയിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമില് എനിക്ക് കാര്യമായിട്ട് പാട്ടിന് അല്ലാതെ ആയിട്ടുള്ള കാര്യങ്ങളോട്ടൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ വന്നു. അത് എനിക്ക് കോർപ്പറേറ്റ് ജോലി കിട്ടിയതാണ്. 3 മാസത്തേക്ക് ചത്ത ജീവിതമായിരുന്നു. രാവിലെ എണീക്കുക, അല്ലെങ്കിൽ ഓഫീസിൽ പോവുക, പണിയെടുക്കുക, തിരിച്ചു വരെ കണ്ടുപോകും. അപ്പോൾ എൻ്റെ ഒരു കൊടീണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ചങ്ങായി എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, സാഹിബ് നീ പാട്ട് പാടില്ലെന്ന് ചോദിച്ചു. നമ്മൾ പരിചയപ്പെടുന്ന ആ ദിവസം ഞാൻ പറഞ്ഞു, ആ പാടുന്നു.
നിനക്കൊരു പരിപാടി വന്നാൽ നീ ചെയ്യും. ആ ടൈമിലൊന്ന് 2 സെക്കൻഡ് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ചെയ്യുന്നു പറഞ്ഞു. അതിനുശേഷം നമ്മള് ജസ്റ്റ് എല്ലാവരും നടന്നു, കിടന്നു, പിന്നെ ഷോസ് ചെയ്തു, പിന്നെ നമ്മൾ ജാമിങ് ചെയ്തു, സ്ട്രീറ്റ് ഷോസ് ചെയ്തു. MSU ആയിട്ട് തുടങ്ങി വെച്ച ആ ഒരു സ്റ്റെപ്പ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പൊസിഷനില്, not even the position, even the person I am today, I feel like there's a lot of influence of MSO, Divya, Teju, band members of MSO, പിന്നാലെ നടക്കുന്ന ഓരോ ഇതിന്റെ ഭാഗമായിരുന്നു. I feel like everybody, Altaf especially, പാൻറ്റിൽ പോകുന്ന അപ്പോ yes, I feel like I'm very blessed in that aspect. ഒരു കാര്യം ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയും, that Divya and Teju, they are really blessed in terms of the friends they got, in terms of the people they connect with, people they work with. So ഇനിയും I wish MSO huge success. I wish that അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റിനും they reach the heights that they initially wanted to reach. അവരെല്ലാം ആഗ്രഹങ്ങളും സാധിക്കാൻ മറ്റു പള്ളിയിൽ പുസ്തകങ്ങൾ സാധിക്കുമാറാകട്ടെ. പക്ഷേ I wish them all the very best and very good. അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം കഴിഞ്ഞ ഒരു കൊല്ലം ഒക്ടോബർ 14 തൊട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഷിഫ്റ്റ് ആയിരുന്നു, പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പം അതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ സർക്കിൾ എങ്ങനെയായിരുന്നു, എൻ്റെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു, അത് മൊത്തത്തിലങ്ങ് മാറി മറന്നു. ഒരു സ്റ്റെപ്പ് അപ്ഗ്രേഡ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പല കാര്യങ്ങളിലും. അപ്പം അതിനൊക്കെ കാരണം അച്ഛയാണ്. ഒബ്വിയസ്ലി എൻ്റെ രണ്ട് ഭാഗത്തിരിക്കുന്ന ഈ രണ്ട് പേരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനമുണ്ട്. അല്ല, സീരിയസ്ലി ഫോർ ദ വർക്ക് ദേ ഡു, നമ്മൾ അത് ഞാൻ ഒബ്വിയസ്ലി ബഹുമാനിക്കുന്നതാണ്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ. അപ്പം അങ്ങനെയൊക്കെ ആവുന്നു. പിന്നെന്താ, ഈ 3-4 പേരിൽ എത്തിയപ്പോൾ ജോലി ഇടും. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞാൻ കുറച്ചു കാലം കൂടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കുന്നു കോർപ്പറേറ്റില്. അച്ഛ അങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങളിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ഉള്ളതായിരുന്നു തരട്ടെ എനിക്ക് വരുന്ന കൊല്ലങ്ങളിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉച്ചയ്ക്ക് പുറത്തും ഒക്കെ പടരും. 1 year എന്നുള്ളതിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഉള്ള ലെവലാണോ അതിലും മുകളിലായിരുന്നോ? പിന്നെ ഒരു ഫസ്റ്റ് പരിപാടി കഴിഞ്ഞപ്പോ പിന്നെ നിങ്ങൾക്കൊരു ബൂസ്റ്റ് ആയില്ല. അപ്പൊ നിങ്ങളൊരു 1 year എത്ര എന്ന് വിചാരിച്ച ലെവലിൽ നിങ്ങൾ എത്തിയോ, അല്ലെങ്കിൽ അതിന് മുകളിലാണോ നിങ്ങൾ എത്തിയത്? എന്ത് പറയുന്നത്? കുറച്ചുകൂടെ റെഗുലർ ആയിട്ട് പോയില്ല. പക്ഷെ ഒരു മാർച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് വലിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു പല കാര്യങ്ങളും. അപ്പോൾ അതിന് ശേഷം നമ്മളിനി പ്രോപ്പറായൊരു ഫോമാറ്റിൽ ഇങ്ങനെ എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ട് പോകാനാണ് പ്ലാൻ. നമ്മൾ ഈക്വലി നമ്മുടെ കൂടെയുള്ളവരോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഞങ്ങൾ എല്ലാവരും മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ, ഇതൊരു ടീം വർക്കാണ്. ഇപ്പം അപ്സ് ആൻഡ് ഡൗൺസ് ഈക്വലി മനസ്സിലാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അതിന് നമ്മുടെ കൂടെയുള്ളവരോടും അപ്പോ ഇവിടെ ഐഡിയ പിച്ച് ചെയ്യാറുണ്ട്. ഫസ്റ്റ് പരിപാടി കഴിയുന്ന സംഭവം മനസ്സിലായി. നീരജ് വന്നാലും ഫസ്റ്റ് പരിപാടി ആയപ്പോഴും എനിക്ക് ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വെച്ചാൽ എന്താണ് സംഭവം എന്നൊരു യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ചെന്ന് ഓരോ പരിപാടികൾ കഴിഞ്ഞപ്പോഴും കൂടുതൽ ഇൻവോൾവ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് അതിന് ഒരു ഐഡിയ കിട്ടി, നല്ലൊരു കാര്യമായിട്ട് തോന്നി. എപ്പോൾ എന്ത് പരിപാടി ഉണ്ടാകുമ്പോഴും ഇവര് എപ്പോഴും ഒന്നാമത്തെ സംരംഭമാണ്, മേക്ക് സെൻസ്. പക്ഷെ
എന്നാൽ എങ്കിൽ കൂടി ചില സമയത്ത് അവർ ഹെൽത്ത് പോലും കൺസിഡർ എടുക്കാതെ കൺസിഡർ ചെയ്യാതെ I'm not saying it's good, it's very bad. നിങ്ങൾ കൺസിഡറേഷൻ എടുക്കണം. പക്ഷേ the dedication and the hard work that they put in, the time that they spend, that's incomparable. I got feedback from a lot of people saying that these two girls have spent their heart and soul in every event that they worked in, and I thought it's worth mentioning. ഇല്ലേ guys? ശരിയല്ല Yeah. പിന്നെ I'm grateful for that. Teju and both of our parents. നമ്മളിതിനൊരു ഒരു ഡ്രീം നമ്മുടെ പാരൻസായിട്ട് ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇവന്റ് തൊട്ട എല്ലാ ഇവൻസിനും ഒരു ഇവൻസിന്റെ മുൻപ് തന്നെ വന്ന് നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പാരൻസ് അതേപോലെ തന്നെ ഇത്രയും വലിയ സ്റ്റെപ്പ് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ബിഗ് താങ്ക്സ്. ഇതുപോലുള്ള അമ്മമാരെ എൻ്റെ അമ്മയാണെങ്കിൽ ചെറുപ്പത്തിൽ ഏതൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും എല്ലാ കോമ്പറ്റീഷനും രജിസ്റ്റർ ചെയ്യിപ്പിച്ച് കഷ്ടപ്പെട്ട് അതൊന്നും ഇന്റർനെറ്റോ ഒരു എസ് റൈറ്റിംഗ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് പ്രസ്റ്റേഷനൊക്കെ ആണെങ്കിലും അന്ന് ഇതേപോലെ ഇന്റർനെറ്റ് ഒന്നുമില്ല. അപ്പം അമ്മ ഇരുന്ന് രാത്രി ഫുൾ അമ്മ ഫിസിക്സ് ബി എഡ് ടീച്ചറാണ്. ട്യൂഷൻസ് എടുക്കാറുണ്ടായിരുന്നു, സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഫുൾ ഉറപ്പൊഴിച്ചിട്ടാണ് നമ്മൾ ഓരോ കോമ്പറ്റീഷൻസ് അത്രയും കഷ്ടപ്പെട്ട് കണ്ടൻസ് ഉണ്ടാക്കി ഞങ്ങളെ പഠിപ്പിച്ച് അതിൻ്റെ ഒക്കെ അത്രയും ഒരു ചെറുതിൽ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു എഫേർട്ട് കാരണം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും. അത് നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നറിയാം, ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷൂട്ടിനാണെങ്കിൽ പോലും എല്ലാവർക്കും എഫേർട്ട് എത്രയാണെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ നമ്മൾ ഈസി ആയതും ഞങ്ങൾക്ക് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഞങ്ങളുടെ പാരൻസ് തന്നെയാണ്. ഇതും ഒരു വർഷം എന്നുള്ള മാർക്ക് മാത്രമല്ല, ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഷോസും ഇസ് ജസ്റ്റ് എന്താ പറയാ ഒരു സ്റ്റെപ്പ്, ഒരു ബിഗിനിങ്. അത്രേ ഉള്ളൂ. ഒരു ബേസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേ ഉള്ളൂ. ഇനി വരുന്ന പരിപാടികളൊക്കെ പരിപാടികളായിരിക്കും. Picture baby back here. So